ദുബായിലെ തൻ്റെ കോർപ്പറേറ്റ് ലൈഫിൽ ജോലിയിലായിരിക്കുന്ന സമയത്ത് പാരലായിട്ട് തൻ്റെ പാഷൻ കണ്ടെത്തുകയും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇതാണ് ദിസ് ഈസ് മൈ വേ ഓഫ് ലൈഫ് എന്ന് മനസ്സിലാക്കുകയും ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ സർവീസ് ഇൻഡസ്ട്രിയിലേക്ക് മാറുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. ഇന്ന് മോട്ടീവ് ദുബായിലെ നമ്മുടെ ഗസ്റ്റ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന സർവീസ് ഇൻഡസ്ട്രി ഏതാണ്ടൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇതിന് ഇത്രയും ഡെപ്ത് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത് ഇത്രയും ഇൻറ്റൻസ് ആണെന്നോ ഞാൻ മനസ്സിലാക്കുന്നത്. Hello everyone, welcome back to Motive Dubai. My name is Binel Philip. This is a platform where we share aspiring stories. He offers something very unique to the society. He thinks and he believes he is a mentor, not to humans but to animals. Welcome Buddha, animal trainer and behaviorist. ബുദ്ധ, എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ബൽറാം എന്ന മനോഹരമായ പേര് മാറ്റി ബുദ്ധ എന്ന മിസ്റ്റിക് പേര് എങ്ങനെയാണ് സ്വീകരിച്ചത്? താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഓക്കെ, അതൊരു ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ഗിഫ്റ്റായിരുന്നു. അത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഐ ബേസിക്കലി മലയാളി, ബ്രോട്ടപ്പ് ഇൻ ഡൽഹി. പിന്നെ ഒരു 2008-09 ദുബായിലേക്ക് വന്നു. ഓക്കെ, ഒരു 18-20 കൊല്ലം കോർപ്പറേറ്റ് ലൈഫ് ഉണ്ടായിരുന്നു. സിറ്റി ഗ്രൂപ്പ്, റിലയൻസ്, ടാറ്റ. ഇവിടെ ഒരു സെയിൽസ് ഹെഡ് ആയിരുന്നു ഒരു പ്രിൻ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ. പിന്നെ ഈ ഒരു ആനിമൽ വേൾഡ് എൻ്റെ ഒരു വളരെ അധികം ഒരു പാഷൻ. ചെറുപ്പത്തിലൊട്ടേ ഞാനൊരു ആനിമൽ പൗണ്ടർ കൂടിയാണ് വളർന്നത്. അവിടെയാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെൻഡ് ചെയ്തത്. അതൊരു അൺഎക്സ്പെക്റ്റഡ് ടേൺഡ് എൻ്റെ പാഷൻ ബിക്കെയിം എ പ്രൊഫഷൻ. അപ്പം ഇവിടെ വന്നപ്പം ഇവിടെ കുറേ ആൾക്കാർ ആനിമൽസായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതും, കുറേ ആനിമൽസ് ഒരു വീട് കിട്ടാണ്ട് എഗ്രഷനൊക്കെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന ആനിമൽസിനെ അവരുടെ ഓണേഴ്സിനെയും പരിചയപ്പെട്ടു. ഇനീഷ്യലി ഒരു പാഷനായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. അപ്പം അത് ഹെൽപ്പ് ചെയ്ത് തുടങ്ങിയത് ഇപ്പം എൻ്റെ ഫേസ്ബുക്ക് പേജ് എന്ന് പറഞ്ഞാൽ 2010-ഓ 11-ഓ ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലൊരു ബുദ്ധേൻ്റെ ഒരു സേയിങ് ഉണ്ട്, മൈൻഡ് ഈസ് എ ഗ്രേറ്റ് ഫോളോവർ ബട്ട് എ ഡേഞ്ചറസ് മാസ്റ്റർ. ആ ഒരു ഫിലോസഫിയിലാണ് ഞാൻ ആൾക്കാരെ ആനിമൽ ട്രെയിനിങ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആനിമൽ ടൈമിങ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്കൊരു അവെയർനെസ് കൊണ്ടുവരാൻ നോക്കിയത്. അപ്പോൾ അങ്ങനെ ഇനീഷ്യലി അതൊരു കോൺസെപ്റ്റായിട്ടാണ് ഞാൻ ഇട്ടത്. പക്ഷേ ആസ് എ ടൈം പാസ്റ്റ് ആൾക്കാർ ഇന്ന ബുദ്ധ എന്ന് വിളിക്കാൻ തുടങ്ങി. അതിൻ്റെ ബ്രാൻഡ് നെയിമായി മാറി. ഇപ്പം ബൽറാമിൻ്റെ കാട്ടിലും കൂടുതൽ എൻ്റെ ഞാൻ പറയും കർമ്മപ്പേര്, ദാറ്റ് ഈസ് അതാണ് ബുദ്ധ. അങ്ങനെയാണ് ആൾക്കാരിനെ അറിയുന്നത്. ഓക്കെ, വണ്ടർഫുൾ. ബുദ്ധ, താങ്കളുടെ ഇതിലേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു? കാരണം നമുക്ക് ടൈമിങ് എന്ന വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താങ്കൾ ഇതിന് വല്ല ട്രെയിനിങ് എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും കോഴ്സ് വല്ലതും പാസ്സായിട്ടുണ്ടോ? അതോ ഇങ്ങനെ എത്തിപ്പറ്റിയതാണോ ഇതിലോട്ട്? ഓക്കെ, ട്രെയിനിങ് ഉണ്ട്, കോഴ്സുണ്ട്, അതൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു ഫീൽഡ് ഓഫ് നോളേജിൽ എനിത്തിങ് നമ്മളൊരു തിയററ്റിക്കൽ നോളേജോ നമ്മളൊരു സർട്ടിഫിക്കറ്റിനോ കാട്ടിലും വലുത് നമ്മൾ ആ ഫീൽഡ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസാണ് നമുക്കതിൻ്റെ മോർ ദൻ വാല്യുബിൾ. അപ്പം എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു ഡോഗ് പൗണ്ടിൻ്റെ അടുത്താണ് ചെറുപ്പത്തിലൊക്കെ പഠിച്ച് വളർന്നത്. അപ്പോൾ ഏറ്റവും ജാസ്തി സമയം ഞാൻ അവിടെ ചിലവാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. മനുഷ്യന്മാരെക്കാളും കൂടുതൽ മൃഗങ്ങളുടെ കൂടെ സംസർഗമായിരുന്നു ഇഷ്ടം, ചുരുക്കം പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ഫോർമൽ ട്രെയിനേഴ്സൊക്കെ ഒരു കാര്യം മനസ്സിലാക്കി, ബാക്കിയുള്ളവർക്ക് പേടി അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അടുത്ത് പോകാൻ പറ്റാത്ത നായ്ക്കൾക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്യാനൊരു ഇൻഹറൻറ്റ് ടാലൻറ്റോ എന്തോ അവരാണത് കണ്ടുപിടിച്ചത് ആദ്യം. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് തുടക്കം വരുന്നത്. ഏത് വർഷം വരുന്നത്? ഐ എം ടോക്കിംഗ് മേ ബി 90s. ഞാൻ പറഞ്ഞാൽ വെരി യങ് അറ്റ് ദാറ്റ് ടൈം. 12-13 വയസ്സത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ ഒരു സമയത്ത് അവിടെ എന്ത് സംഭവിച്ചാൽ അവർ എനിക്ക് ഫോർമൽ ഡോഗ് ട്രെയിനിങ്ങിൻ്റെ ക്ലാസ്സസും കാര്യങ്ങളും പഠിപ്പിച്ചു തരലും, അവരെ ഞാൻ ഈ ആനിമൽസിനെ ട്രെയിൻ ചെയ്യാനുള്ളൊരു പിന്നെ ഐഡിയയും കാര്യങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യുക. പറഞ്ഞാൽ അവർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത ആനിമൽസിനെ ഞാൻ അവർക്ക് ഹെൽപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്ത് അങ്ങനെയാണ് ഈ എല്ലാം കൂടി ജേർണി തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കോഴ്സൊക്കെ ചെയ്തു, അതിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ മേടിച്ചു. പക്ഷേ കമ്മിങ് ഫ്രം ഒരു ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഫാമിലി, ഇതൊരു തൊഴിലായിട്ട് നമുക്ക് സ്വന്തം, ഈവൻ ദോ ഇവരെ കൂടെ ഈ ട്രെയിനേഴ്സിൻ്റെ കൂടെ വളർന്നാലും നമ്മളെ മാനസികമായിട്ട് ഗ്രൂമിങ് എന്താ വെച്ചാൽ ഇതൊരു തൊഴിലായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കറക്റ്റ്. നോർമൽ കോഴ്സ് MBA എടുത്തു. ഒരു 18-20 കൊല്ലം കോർപ്പറേറ്റ് ലൈഫായിരുന്നു. മേജർ നെയിംസിൻ്റെ കൂടെ ഇവിടെ വരുന്നതിന് മുന്നേ ഒരു 3 കൊല്ലം ടാറ്റാസിൻ്റെ കൂടെ ആയിരുന്നു, ടാറ്റ ഇൻഡികോമിൻ്റെ കൂടെ. ഇവിടെ വന്നിട്ട് ഒരു പ്രിൻ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഹൗസിന് സെയിൽസ് ഹെഡ് ആയിരുന്നു ഏകദേശം 2015 വരെ.
അപ്പോഴും പക്ഷേ ഉൾവിളി അതായിരുന്നു. അല്ല, ഇത് സൈഡിൽ കൂടെ എന്തായാലും നമ്മളൊരു ഉള്ളിലത്തെ ഒരു ആഗ്രഹം. പക്ഷേ ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത സമയത്ത് ഞാൻ കുറേ റെസ്ക്യൂ ഏജൻസീസിനെ പരിചയപ്പെട്ടു. ഓക്കെ. അപ്പം അവരെ ത്രൂ കുറേ ആനിമൽസിനെ ഒരു കൊല്ലം പൂട്ടിയിട്ടാണെന്ന് വെച്ചാൽ അവരെ പുറത്തിറക്കാൻ പറ്റില്ല. അവർ അത്രയും അഗ്രഷൻ ആണെങ്കിൽ ആൾക്കാർക്ക് ഭീകരമായിട്ട് പരിക്കേൽപ്പിച്ച നായ്ക്കളൊക്കെ അവരെ ഞാൻ ഇടപെട്ടിട്ട് അവരെ ബേസിക്കലി റീഹാബ് ആൻഡ് റീഹോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2-3 നായ്ക്കൾ നമ്മൾ അബ്രോഡിലേക്കൊക്കെ ജർമ്മനിയിലേക്കൊക്കെ അയച്ചു. അപ്പോൾ അങ്ങനെ ആൾക്കാരെന്നെ പരിചയപ്പെട്ട് തുടങ്ങി. ഓക്കെ. പക്ഷേ ഒരു 2015-16 വരെ ഇതൊരു പ്രൊഫഷനായിട്ട് ഒരു കാലത്തും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്താ വെച്ചാൽ നമ്മളെ മൈൻഡ് അങ്ങനെ ഗ്രൂം ചെയ്തത്, നമ്മളെ ചെറുപ്പത്തിലോട്ടെ ഗ്രൂം ചെയ്തത് അങ്ങനെ. നമുക്ക് അങ്ങനെ കണ്ടീഷനിങ് ഇല്ല. നമുക്ക് ആ ഒരു മന്ത് എൻഡ് SMS ഉണ്ടല്ലോ, നമ്മൾ ആ സാലറി ക്രെഡിറ്റ് ചെയ്യുന്ന SMS, അത് വലിയൊരു പോയ്സൺ ആണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറേ സമയം എടുത്തു. നമ്മളെ എൻറ്റയർ ജീവിതം നമ്മൾ ആ ഒരു SMS ചുറ്റിപ്പറ്റിയിട്ട് ഉണ്ടാക്കുന്നത്. അതെ. അത് കിട്ടുന്നവരെ നമുക്ക് അത് ബ്രേക്ക് ഫ്രീ ആവാൻ ഒരു ചാൻസ് ഇല്ല. നമ്മൾ അതിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. എനിക്കൊരു ഭാഗ്യം ക്രെഡിറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത് ഒരു നാച്ചുറൽ വേ, എൻ്റെ ജീവിതത്തിൽ കുറച്ച് സാഹചര്യങ്ങൾ സംഭവിച്ചു, അങ്ങനെ ഒരു നാച്ചുറലി ഈ സംഗതി പ്രൊഫഷനായി മാറി. ഓക്കെ. അങ്ങനെയാണ് സംഭവിച്ചത്. ഞാനൊരു കോൺഷ്യസ് ഡിസിഷൻ അല്ല, സിറ്റുവേഷൻസ് മെയ്ഡ് മീ ചൂസ് ദിസ് ഡിസിഷൻ. ഇടയ്ക്ക് ഞാനൊരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പേർപ്പസും കൂടെ അതാണ്. ഈ മോട്ടീവ് ദുബായ് എന്നിട്ടിരിക്കുന്നതിൻ്റെ കാര്യം, നമുക്കൊരു ഓൺട്രപ്രണർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യത്തക്ക രീതിയിൽ ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരണം. ഓക്കെ. നമ്മുടെ SMS ആ പോയിസൻ്റെ വെളിയിലോട്ട് ആൾക്കാർ വരണം എന്നൊരു ഒരു മോട്ടീവും കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്കൾ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ വലിയൊരു ഐ ഡോണ്ട് തിങ്ക് സോ ഒരു ലൈഫ് കോച്ച് ആണെന്ന് അങ്ങനൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അത് നമുക്ക് ചെറുപ്പത്തിലോട്ടേ നമ്മൾ ആ കുട്ടികളെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ആ ചെറുപ്പത്തിലോട്ടേ നമ്മളെ മൈൻഡ് സെറ്റ്, എനിക്കറിയില്ല ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുട്ടികളെ പറ്റി എനിക്കറിയില്ല, പക്ഷേ ഞാനൊക്കെ പഠിച്ച് വളർന്ന സമയത്ത് നമ്മളെ മൈൻഡ് തന്നെ പ്രോഗ്രാം ചെയ്യുന്ന ഈ ജോലി നിങ്ങൾ എങ്ങനെയെങ്കിലും അടുത്ത് പഠിപ്പ് കഴിഞ്ഞ ഒരു ജോലി കയറണം. കണ്ടീഷനിങ്. അതല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ലോകമില്ല, സ്പോർട്സിൽ ലോകമില്ല. അപ്പം ആക്ച്വലി വെരി യങ് ഏജ് ഞാൻ കുറേ മറ്റേ മാർഷൽ ആർട്സിലൊക്കെ ഇൻവോൾവ് ആണ്. കളരിപ്പായിട്ടൊരു പ്രാക്ടീസ് ചെയ്യുന്നൊരു ഇതായിരുന്നു. അതിൻ്റെ കൂടെ കുറേ മൂവീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പം പക്ഷെ അതൊന്നും നമുക്ക് ആ സമയത്ത് ഒരു പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ബ്രെയിൻ കണ്ടീഷനിങ് ഇല്ല, ധൈര്യമില്ല. ആക്ച്വലി എനിക്കൊരു ചെറിയൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ BCom പഠിക്കുന്ന സമയത്ത് ഒരു കന്നഡ ഫിലിമിൽ ഒരു അസിസ്റ്റൻറ്റ് സൺ ഡയറക്ടറായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് അല്ല ഒരു ഓഫർ, ഒരു വിളി വന്നിരുന്നു. ഐ ഡോണ്ട് സേ ദാറ്റ് എനിക്ക് കിട്ടുമല്ലേ എന്നല്ല, ഒരാൾ താല്പര്യപ്പെട്ടിരുന്നു, താല്പര്യം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് പറഞ്ഞാൽ നീ BCom പാസ്സാവേണ്ട വേറെ ഒന്നിനും പോകരുത്, വിച്ച് ഇസ് റൈറ്റ്. ആ ഒരു പാർഷ്യൽ എഡ്യൂക്കേഷൻ വേണം. പക്ഷേ മേ ബി ആ സമയത്ത് അത് വേറെ ലെവലിൽ തിരിഞ്ഞു പോയനെ, വി ഡോണ്ട് നോ. ബട്ട് വാട്ട് ഐ എം സേയിങ് ഇസ് നമ്മൾ ആ ഒരു ബ്രെയിൻ ചെറുപ്പത്തിലൊട്ടേ ഗ്രൂം ചെയ്ത് കൊണ്ടിരുന്ന ആ മന്ത് ആൻഡ് SMS വേണ്ടിയാണ്. അപ്പം ആ പോയ്സൺ അത് ശരിക്കും പോയ്സണായി മാറും, ഒരു എഡിക്ഷനായി മാറും. നമുക്ക് അത് പിന്നെ ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. ഇറ്റ്സ് എ ഫിയർ. അതിൽ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് തന്നെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു വേർ ഇറ്റ് ബിക്കം എ ലക്കി ബ്രേക്ക് ഫോർ മീ. ഒരു കമ്പനീൻ്റെ കുറച്ച് സാലറി ഇഷ്യൂസ് ഉണ്ടായി, അങ്ങനെ പിന്നെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് എനിക്കത് അടുത്ത സ്റ്റെപ്പ് ചിന്തിക്കേണ്ടി വന്നു. അപ്പം ഫോഴ്സ്ഫുള്ളി എക്സാക്ട്ലി. അപ്പം എൻ്റെ അടുത്ത് ആ സമയത്ത് ഒരു ഇവൻറ്റ്സിൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ടൊരു ഇവൻറ്റ്സിൻ്റെ ഒരു സംഗതി നടത്തിയിരുന്നു. ദിസ് വാസ് ഓട്ടോമാറ്റിക്കലി ഒരു പാഷൻ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഫ്രണ്ട്സ് കൂടിയ സമയത്താണ് നമ്മളൊരു സമയം സംസാരിക്കുമ്പോൾ, ഇത് ബുദ്ധ നിങ്ങൾ ഇത്രയും ആൾക്കാർക്ക് അറിയാം, നിങ്ങൾ ഇങ്ങോട്ട് വന്ന ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഇതൊരു പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പെറ്റ് ഷോപ്പ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അവൻ്റെ കൂടെ വന്നിട്ട് ഒരാൾ വർക്ക് പെർമിറ്റ് എടുത്തിട്ട് നമ്മളൊരു ഫസ്റ്റ് ട്രയൽ ബേസിസിൽ ഒരു 5-6 മാസം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അങ്ങനെയാണ് ഈ സംഗതി തുടങ്ങുന്നത്. ഒന്ന് ചോദിച്ചോട്ടെ, അപ്പം താങ്കൾ ആനിമൽ ട്രെയിനറാണ്, ബിഹേവിയറിസ്റ്റ് ആണെന്ന് പറഞ്ഞു, അതെന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആനിമൽ വേൾഡ് ഇപ്പോൾ ചുരുക്കം അതിൻ്റെ ഒരു മെജോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോഗ്സിനെയാണ് നമ്മൾ ഒരു മാക്സിമം മെജോറിറ്റി പറയുന്നത്. അതൊരു ഭയങ്കരമായിട്ടൊരു കൺഫ്യൂസ്ഡ് സബ്ജക്റ്റായിട്ട് ആൾക്കാരെയും കൺഫ്യൂസ്ഡ് ആയിട്ട് നടത്തുന്ന ഒരു ഫീൽഡായി മാറുന്നുണ്ട്. ഓക്കെ. ബേസിക്കലി നിങ്ങളൊരു ഡോഗിനെയോ ആനിമലിനെയോ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾക്ക് അതിന് ഒരു സർക്കസ് ട്രിക്സോ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പഠിപ്പിക്കാൻ വേണമെങ്കിൽ പഠിപ്പിക്കാം, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് സ്റ്റോറി. പക്ഷേ നിങ്ങൾക്ക് ബേസിക്കായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മൃഗത്തിനെയാണ് നിങ്ങൾ മനുഷ്യൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. ദിസ് 2 ഡിഫറെൻറ്റ് വേൾഡ്സ്. ഒരു ആനിമലിന് ഒരു ട്രെയിനിങ്ങോ ടൈമിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. ഇറ്റ്സ് ബേസിക്കലി എ ഡിസൈൻ ഓഫ് നേച്ചർ ഫോർ വാട്ട് നേച്ചർ ഇൻറ്റൻഡഡ് ദം ഫോർ.
അപ്പം വെൻ യു ബ്രിങ് ദിസ് ആനിമൽ ഇൻ ടു എ ഹ്യൂമൻ വേൾഡ്, റൈറ്റ്, you have to integrate them into the human life. സോ യു മീൻ ടു സേ ബുദ്ധ, ഈ ഇപ്പം നമ്മുടെ ഡോഗ് ആണെങ്കിൽ കൂടി അതിനെ ഡൊമസ്റ്റിക്കേറ്റഡ് ചെയ്യപ്പെട്ടതാണോ അതോ അത് നാച്ചുറലി മനുഷ്യനുമായിട്ട് അടുത്ത് ഇടപെടുന്ന മൃഗമാണ്? നാച്ചുറലി ഈസ് എൻ ആനിമൽ. നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തെടുക്കണം. അതായത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് എടുക്കപ്പെട്ടതായിരിക്കും. ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഒരു ജനിച്ച് വളർന്ന ഒരു ആനിമൽ ഒരു കാലത്തും ഡൊമസ്റ്റിക്കേറ്റഡ് അല്ല. ഇറ്റ് ഇസ് എൻ ആനിമൽ. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ? ഇപ്പം നമുക്കൊരു ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ, ലെറ്റ്സ് ടേക്ക് ദ ഡോഗ്. നമുക്ക് മാക്സിമം ഒരു റീച്ച് കിട്ടുന്ന ഒരു ആനിമൽ അതാണ്. ഈ ഡോഗ് എന്ന് പറഞ്ഞത് ഹ്യൂമൻ ലൈഫിലേക്ക് ഇന്നത്തെ കാലത്തെ ഡോഗ് എന്താ, വന്ന് നിങ്ങളെ കൗച്ചിൽ കയറിയിരിക്കുന്നു, നിങ്ങൾക്ക് തലോടാൻ ഒരു നായ വേണം. അതാണ് നമ്മൾ ഇപ്പം എന്ന് പറഞ്ഞ ഒരു ഡോഗിൻ്റെ കോൺസെപ്റ്റ്, റൈറ്റ്? നമ്മളെ ചെറുപ്പകാലത്ത് നമ്മളൊരു വീട്ടിൽ നായ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോഷനാണ്, അത് സൂക്ഷിക്കണം എന്നാണ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇപ്പോഴത്തെ സമയത്ത് ഒരു ഡോഗിനെ കണ്ട ഒരു കുട്ടി ഓടി കെട്ടിപ്പിടിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, നമ്മളെ കാഴ്ചപ്പാടിൻ്റെ ഡിഫറൻസ്. ആ ഡോഗ് മാറിയിട്ടില്ല, ഡോഗ് അതേ ഡോഗാണ്. ഓക്കെ ഓക്കെ. അപ്പം നമ്മളെ പണ്ടത്തെ കാലത്ത് ഒരു 2 ജനറേഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡോഗ്സ് എന്ന് പറഞ്ഞത് ഒരു വർക്ക് ലൈൻ ആനിമലാണ് നമുക്ക്. ഈ ആനിമലിന് കുറേ ജനറ്റിക് ട്രേറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ജീവിത രീതിയിൽ വളരെ ബെനിഫിഷ്യൽ ആവുന്ന ഒരു ആനിമലാണ്. ഫോർ എക്സാമ്പിൾ ഗാർഡിങ്, ഹണ്ടിങ്, XYZ റീസൺ. ഇതിനാണ് നമ്മൾ ഈ ഡോഗ്സിനെ വളർത്തിയത്. അപ്പം എന്തുണ്ടാവും, ഡോഗിൻ്റെ ജനറ്റിക് നീഡ്സും സാറ്റിസ്ഫൈഡ് ആണ്, ഹ്യൂമൻ നീഡ്സും സാറ്റിസ്ഫൈഡ് ആണ്. ഇറ്റ്സ് എ ബാലൻസ്ഡ് റിലേഷൻഷിപ്പ്. ഓക്കെ. ബട്ട് ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു ഫാമിലി ഡോഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഈ ഫാമിലി ഡോഗ് എന്ന് പറഞ്ഞൊരു പുതിയ വന്നൊരു കോൺസെപ്റ്റാണ്. നമ്മൾ അത് ഇതുവരെ ശ്രദ്ധിച്ചില്ല. അതൊരു ന്യൂ കോൺസെപ്റ്റാണ്. അപ്പം അതിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ആനിമൽസിന് എന്താ, ഡോണ്ട് റെസ്പോണ്ട് ടു യുവർ ഇൻസ്റ്റിങ്സ്. ഓക്കെ. ദ ഇൻസ്റ്റിങ്സ് വിച്ച് സ്റ്റാർട്ടഡ് ദ ഹ്യൂമൻ ഡോഗ് റിലേഷൻഷിപ്പ്, നമ്മൾ ആ ഡോഗിനെ ട്രെയിൻ ചെയ്യുന്ന ഡോണ്ട് റെസ്പോണ്ട് ടു യുവർ ഇൻസ്റ്റിങ്സ്, ഫോളോ ഹ്യൂമൻസ്. ഓക്കെ, റൈറ്റ്. അങ്ങനെ ട്രെയിൻ ചെയ്യിച്ചെടുപ്പിച്ചു. അങ്ങനെ ചെറുപ്പത്തൊട്ടേ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ. ഓക്കെ. ഇപ്പം ഞാൻ പല സമയത്തും ആ ഫസ്റ്റ് ടൈം നിങ്ങളെ ഡോഗ് ഒന്ന് ബൈറ്റ് ചെയ്തു അല്ലെങ്കിൽ ബാർക്ക് ചെയ്തു, ആൾക്കാർ വളരെ അത്ഭുതപ്പെടും. ഹൗ ക്യാൻ മൈ ഡോഗ് ഡു ദിസ്? മൈ ക്വസ്റ്റ്യൻ ഇസ് വൈ കാൺട്ട്? എക്സാക്ട്ലി. അപ്പം ഈ നാച്ചുറൽ ടെൻഡൻസി നമ്മൾ ഇപ്പോഴത്തെ ജീവിത രീതിയിൽ പറ്റില്ല. അപ്പം അതിനാണല്ലോ നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ ഹ്യൂമൻസ് ഒക്കെ ടൈംഡ് ആണ്. ഞങ്ങൾ കുറച്ച് മുന്നേ ഇവിടുന്ന് വായിച്ചതാണ് that civilization started when humans tamed ourselves into a society. ഓക്കെ. അപ്പോൾ ഈ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടി ജനിച്ച തൊട്ടിട്ട് നമ്മൾ കുട്ടീനോട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ഇതാണ് നമുക്കൊരു നമ്മളെ ഹ്യൂമൻ ടൈമിംഗ് പ്രോസസ്സാണത്. ഓക്കെ. എന്നുവെച്ചാൽ ഈ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവായിട്ട് ആൾക്കാർ കാണുന്നൊരു വേർഡാണ്. നെഗറ്റീവായിട്ട് കാണുന്നൊരു വാക്കാണ്. യെസ്. അപ്പം അത് പലർക്കും ഞാൻ പറയുമ്പം അവർക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആവും ആ വേർഡ് ആക്സെപ്റ്റ് ചെയ്യാൻ. അപ്പം ഇറ്റ് ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ്. അതൊരു നെഗറ്റീവ് വേർഡ് അല്ല. ഇറ്റ്സ് എ കണ്ടീഷനിങ് പ്രോസസ്, ഇറ്റ്സ് എ ഗ്രൂമിങ് പ്രോസസ്. അത് ഹ്യൂമൻസിനുമാണ് ആനിമൽസിനുമാണ്. ഇപ്പം നിങ്ങളൊരു ആനിമലിനെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട്, ഇപ്പം UAE എൻവയറമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട് പോലെയല്ല. ഒരു 95% ഓഫ് ദ ടൈം ഡോഗ് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ നാട്ടിൽ ബേസിക്കലി വലിയ ഡോഗ്സൊക്കെ വീട്ടിൻ്റെ പുറത്താണ്, റൈറ്റ്? ഇവിടെ അങ്ങനെയല്ല, വീട്ടിൻ്റെ ഉള്ളിലാണ്. വെച്ചാൽ വെതറും കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പം വീട്ടിൻ്റെ ഉള്ളിലാണ് വളരെ. അപ്പം എങ്ങനെ നമ്മൾ ആനിമൽസിനെ പെരുമാറുന്നോ, അല്ലെ മനുഷ്യന്മാർ വരുമ്പം പെരുമാറുന്നോ, അതേപോലെ ആനിമൽസ് പഠിക്കണം എങ്ങനെയാണ് പെരുമാറേണ്ടത്. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ. അല്ലെങ്കിൽ ആനിമൽ വിൽ ബിഹേവ് ലൈക്ക് ആൻ ആനിമൽ. ഓക്കെ. ഞാൻ അന്ന് ബുദ്ധയുടെ ഫെസിലിറ്റി വിസിറ്റ് ചെയ്തപ്പോൾ എന്നെ ഒരു 2 വളരെ ഫിറോഷ്യസ് ആയിട്ടുള്ള 2 നായകളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓണേഴ്സിനെ കടിച്ചിട്ട് അവരവിടെ കൊണ്ടുവന്നാക്കിയിട്ട്. അപ്പം അവരെ ഈ ബിഹേവിയറൽ തെറാപ്പിയിലൂടെയാണോ അതിനെ മെരുക്കിയെടുത്തത്? അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കഥ? അതിൽ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കണം. ആ ഫിറോഷ്യസ് എന്നാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത്. എൻ്റെ കൂടെ നിങ്ങൾ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അതിൻ്റെ മുഖം കാണുമ്പോഴൊരു വില്ലൻ ലുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അത് പറഞ്ഞാൽ അക്കീത്ത എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. ഓക്കെ. ഈ ബ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ബൈസണും ബിയറിനൊക്കെ ഹണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രീഡാണ്. ഓക്കെ. ഇതൊക്കെ ഈ ചെറുത് കാണുമ്പം വളരെ ക്യൂട്ട്, ഒരു ഫർബോളായിട്ട് വളരെ ക്യൂട്ടായിട്ടൊരു കൗതുകം തോന്നിക്കുന്ന ആനിമൽസാണ്. പക്ഷേ ഇത് കണ്ടിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ മനസ്സിലാക്കണം, ഒരു 8 മാസം 9 മാസം ഉണ്ട് ഇതൊരു 40-50 കിലോ നായയാവും. ഓക്കെ.
അതിനെ നിങ്ങൾ ചെറുപ്പത്തിലെ ടേം ചെയ്തില്ലെങ്കിൽ ദേ വിൽ ബിഹേവ് ലൈക്ക് എൻ ആനിമൽ. ഓക്കെ. റൈറ്റ്. അപ്പം നിങ്ങൾ ചോദിക്കും ബ്രീഡ് വൈസ് പ്രശ്നമാണോ എന്ന്. ഞാൻ അതിന് എല്ലാവർക്കും ഒരേ ഉത്തരവേ കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയില്ല. നിങ്ങളൊരു ചെറിയ വണ്ടി എടുക്കുന്നതിൻ്റെ പകരം നിങ്ങളൊരു ട്രക്കിൻ്റെ മുകളിൽ കയറി എടുത്തിട്ട് ട്രക്ക് ഓടിക്കാൻ നോക്കി, നിങ്ങൾ രണ്ടും ക്രാഷ് ചെയ്യുന്ന ഉറപ്പാണ്. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. പക്ഷേ ഒരു ചെറിയ കാർ ക്രാഷ് പോയി ഇടിക്കുന്നതും ഒരു ട്രക്കും കൊണ്ടുപോയി ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നതും രണ്ട് തലാണ്. ഇമ്പാക്റ്റ് വേറെയാണ്. റൈറ്റ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വലിയ ബ്രീഡ്സിനൊക്കെ കൊണ്ടുവന്നിട്ട് അറിവില്ലാണ്ട് കൗതുകം കണ്ട് യൂട്യൂബിൽ കണ്ട് അല്ലെങ്കിൽ നെയ്ബറിനെ കണ്ട് ഈ ഡോഗ്സ് കൊണ്ടുവരുമ്പം അതിനൊരു പ്രോപ്പർ ചാനൽ കൊടുക്കണം. പിന്നെ ഒരു വലിയ തെറ്റായ ധാരണ ഇപ്പം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഡോഗ്സ് ആർ എ ബണ്ടിൽ ഓഫ് ജോയ്. ദേ ആർ ക്യൂട്ട് ലിറ്റിൽ പ്ലേമേറ്റ്സ് വിച്ച് യു ബ്രിങ് കമ്പാനിയൻസ്. പ്ലീസ് ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോഴത്തെ ആൾക്കാർ മനസ്സിലാക്കി മലയിൽ നിന്ന് മാറ്റണം. എന്നുവെച്ചാൽ സെയിം യുവർ ബണ്ടിൽ ഓഫ് ജോയ് ക്യാൻ ബിക്കം യുവർ വേഴ്സ്റ്റ് നൈറ്റ്മെയർ. ഓക്കെ. യെസ്. എന്നുവെച്ചാൽ ഫിസിക്കലി നമ്മളെക്കാട്ടിലും വളരെ അഡ്വാൻസ് ആയ ആനിമൽസിനാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തില്ലെങ്കിൽ അവർ അത്രയും ഡേഞ്ചറസ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടില്ല. ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോഗിനൊരു ട്രീറ്റ് കാണിച്ച് സിറ്റ് ചെയ്യുന്നതല്ല ഡൊമസ്റ്റിക്കേഷൻ. ഓക്കെ. ആ ഡോഗ് ചിലപ്പം ട്രീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സിറ്റ് ചെയ്യും. പക്ഷേ ദ മൂമെന്റ് ഒരു വീട്ടിലൊരാൾ വന്നാൽ പോയി അറ്റാക്ക് ചെയ്യും. ഓക്കെ. നൗ അത് ബാഡ് ബിഹേവിയർ ആണോ? അല്ല. ഒരു ആനിമലിന് ബാഡ് ബിഹേവിയറോ ഗുഡ് ബിഹേവിയറോ ഇല്ല. ഓക്കെ. എനിക്ക് കോൺസ്റ്റൻ്റ്ലി വരുന്നൊരു കോളാണ്, മൈ ഡോഗ് ഇസ് ബിഹേവിങ് വെരി ബാഡ്ലി. എനിക്കത് തീരെ മനസ്സിലാക്കാം. യുവർ ഡോഗ് ഇസ് ബിഹേവിങ് ജസ്റ്റ് ലൈക്ക് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്ട്. റൈറ്റ്. നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ഡോഗിന് ഗൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പം ആ ഒരു സന്ദർഭം വരുമ്പം ദാറ്റ് സെയിം ബണ്ടിൽ ഓഫ് ജോയ് ബിക്കംസ് ദ വേഴ്സ്റ്റ് നൈറ്റ്മെയർ. അത് പിന്നെ ആനിമൽസ് നാച്ചുറലി ടെറിട്ടോറിയലാണ്. ചെറുപ്പത്തിലോട്ടേ ഗ്രൂം ചെയ്തില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നേരെ അവർ കൗച്ച് കയറിയിരിക്കും. ഇപ്പം പുതിയ സ്വഭാവമാണ് നേരെ ഡോഗ്സിനെ കൗച്ച് കയറിക്കുക, ആനിമൽസിനെ കൗച്ചിൽ മെക്കെട്ടിരുത്തുക, അങ്ങനെയൊക്കെ. അത് നിങ്ങളൊരു ഡിസിപ്ലിൻ, അത് പറഞ്ഞാൽ നിങ്ങളെ പെർമിഷൻ അല്ലാണ്ട് ആ ഡോഗോ ആനിമലോ ഒരു കൗച്ച് കയറിയിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരൊരു 2-2.5 വയസ്സ് ആവുമ്പം ഇറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറൽ ദാറ്റ് പിന്നെ അവർ തീരുമാനിക്കുക ആ കൗച്ചിലായിരിക്കേണ്ടത്. ഓക്കെ. ഇങ്ങനത്തെ കുറേ സന്ദർഭം 2 കൊല്ലം വയസ്സ് 2-2.5 വയസ്സാകുമ്പം ഈ ഡോമിനൻസ് ബേസ് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത കുറേ ആനിമൽസ് എനിക്ക് കിട്ടും. അപ്പം ബുദ്ധ ഇങ്ങനെ ഡോഗ് കൗച്ച് കയറിയെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി ഗ്രൗൾ ചെയ്യുന്നു. എന്നുവെച്ചാൽ ആ ആനിമൽ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ കൗച്ച് കയറി കഴിഞ്ഞാൽ എൻ്റെ കൗച്ചാണ്, എൻ്റെ ടെറിട്ടറിയാണ്. ഓക്കെ. ഇതിലൊരു ചെറിയ സ്റ്റോറിയും കൂടി ഉണ്ട്. ഇഫ് യു ഹാവ് ടൈം ഐ കൻ സേ ദാറ്റ് ടെൽ യു ദാറ്റ് സ്റ്റോറി. ഓക്കെ. അലയിലൊരു ഡോഗായിരുന്നു. കുറേ മുന്നേ നമ്മളെ കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരു സംഭവം സംഗതിച്ചാൽ വെച്ചാൽ ആ സമയത്ത് കുറേ ആൾക്കാർ ഡോഗ്സിനെ കൊണ്ടുവരാൻ തുടങ്ങി. ഇതൊരു ഒരു ഐ തിങ്ക് ബ്രിട്ടീഷ് ഫാമിലി ആയിരുന്നു. അവർക്ക് 3 കുട്ടികൾ, 3 മെയ്ഡ്സ്, അങ്ങനെ വലിയൊരു അലയിലൊരു തെറ്റില്ലാത്ത വില്ലയിൽ താമസിക്കുന്നൊരു ഫാമിലി. അവർക്കൊരു പപ്പീനെ കിട്ടി. ഈ ഡെസേർട്ട് മിക്സ് നമ്മൾ നോർമൽ ഒരു ഡോഗിനെ കിട്ടി. അവർ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ വളർത്തി. അപ്പം അത് വളരുമ്പം പ്ലേഫുള്ളാണ്. പിന്നെ ഡെസേർട്ട് മിക്സിൻ്റെ എല്ലാ ജനറ്റിക് ട്രേറ്റ്സും അത് കാണിച്ചു തുടങ്ങി. അപ്പോൾ ഈ കുട്ടികളൊരു ഗെയിം കളിച്ചിരുന്നു പപ്പിയായിട്ട്. അവരെ വീട്ടിലൊരു വലിയൊരു L ഷേപ്ഡ് കൗച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പപ്പി കൗച്ചിന് മുകളിൽ കയറും. ഇവർ കുട്ടികൾ ചേസ് ചെയ്യാൻ നോക്കും. പപ്പി ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് ഓടും, ഇവർ മറ്റേ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ഓടും. അപ്പം ഓൾ ഫൺ ആൻഡ് ഗെയിംസ്. ഒരു 6-7 മാസം ആകുമ്പം എയർ സ്നാപ്പിങ്ങും ഗ്രണ്ടിങ്ങും ഒക്കെ തുടങ്ങി. അതൊക്കെ പിന്നെ പാർട്ട് ഓഫ് ദ ഫണ്ണായിട്ട് ആൾക്കാർ ഇഗ്നോർ ചെയ്തു. ഇന്നെ വിളിക്കുന്നത് ഡോഗിന് 2.5 വയസ്സാകുമ്പോഴാണ്. ഓക്കെ. ഈ 2.5 വയസ്സാകുമ്പം പിന്നെ എന്നെ വിളിച്ചിട്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് സംഭവിച്ചത് എന്താ വെച്ചാൽ ഡോഗ് കൗച്ചിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു, അല്ല ഉറങ്ങും എന്തോ ആയിരുന്നു. അപ്പം കുട്ടി സ്റ്റെപ്സ് നിന്ന് ഓടി വന്നു, നേരെ കൗച്ച് കയറിയിട്ട് റിമോട്ട് എടുത്തു. ഡോഗ് അപ്പം ഏറ്റവും ചെറിയ കുട്ടീനെ സ്നാപ്പ് ചെയ്തിട്ട് വീട്ടിൻ്റെ പുറത്തേക്ക് ഓടിച്ചു. ദേ ആർ ഓൾ ഷോക്ക്ഡ്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നസെൻ്റ്ലി കളിച്ച ഗെയിം ഉണ്ടല്ലോ, ആ ഗെയിമിൽ ഡോഗ് എന്താ മനസ്സിലാക്കിയത്? ദിസ് ഇസ് മൈ ടെറിട്ടറി. അപ്പോൾ പിന്നെ അത് 2.5 വയസ്സായി കഴിഞ്ഞാൽ ഒരു 30-40 വയസ്സായ മനുഷ്യനാണ്. ഞാൻ തീരുമാനിക്കും ഈ കൗച്ചിൽ ഞാൻ ഇരിക്കേണ്ടത്. ഞാൻ ഉറങ്ങുമ്പോൾ എങ്ങനെ എന്നെ ഡിസ്റ്റർബ് ചെയ്ത്. ഓക്കെ. ഈ നാച്ചുറൽ ടെൻഡൻസി, ഇത് വളരെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഒരു കേസ് ഉണ്ടായിരുന്നു. എനിക്ക് ആളെ പേര് പറയാൻ പറ്റില്ല. അവരൊരു വളരെ ഹൈ ആൻഡ് ജർമ്മൻ ഷെപ്പേർഡിനെ ഇമ്പോർട്ട് ചെയ്തു. അപ്പം അവർ കൊടുത്തെന്ന് വെച്ചാൽ സ്റ്റേബിളിൻ്റെ പുറത്തൊരു ഗ്രിൽസ് ഉണ്ടായിരുന്നു.
അതിൻ്റെ ഉള്ളിൽ ആ ഡോഗിനെ വെച്ചിരുന്നത്. ഇവർക്ക് ചെറിയ കുട്ടികളാണ്, അവർക്ക് ഡോഗിനെ ഇഷ്ടമാണ്, പക്ഷെ പേടിയാണ്. അപ്പോൾ ഗ്രില്ലിൻ്റെ പുറത്ത് നിന്നിട്ട് അവർ കളിച്ചിരുന്നത്. ഈ കളിക്കുന്ന എങ്ങനെയാ വെച്ചാൽ അവർ ഒരു കോർണറിന് പിന്നെ ഒരു ബോൾ എറിയും, പിന്നെ ആ കോർണറിന് ഗ്രില്ലിൻ്റെ മറ്റേ കോർണറിലേക്ക് ഓടും. ഈ ഡോഗ് അവരെ ചേസ് ചെയ്ത് മറ്റേ സ്ഥലത്തേക്ക് എത്തും. ഓക്കെ, പിന്നെ ഡോഗ് ഗ്രില്ലിൻ്റെ അകത്ത്, അവർ ഗ്രില്ലിൻ്റെ പുറത്ത്. ഈ ഒരു ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അയാളിനെ വിളിച്ചത് നോക്കിൻ്റെ കുട്ടികൾ കളിക്കുന്നുണ്ട്, ഞാൻ ഈ കളി ഇപ്പം നിർത്തണം. അതെന്തെന്ന് അബദ്ധവശാൽ ആ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഡോഗ് എന്താ ചിന്തിക്കുന്നത്, എൻ്റെ പണി കുട്ടികളെ ചേസ് ചെയ്യണമെന്നാണ്. ഓ, പിന്നെ നമ്മൾ ഈ വളർച്ച എന്ന് പറഞ്ഞ സംഗതി, കുട്ടി ആ സെയിം കുട്ടികൾ ഒരു 4 മാസം 5 മാസം കൊണ്ട് വലിയ വളർച്ച എത്തില്ല. ഈ 4 മാസം കൊണ്ട് ഈ 10 കിലോ ഉള്ള ഡോഗ് ഒരു 30 കിലോ ഡോഗായി മാറും. അവൻ ഇതേപോലെ കളിക്കും. ചില സമയത്ത് ആ സമയത്ത് അവന് ഗ്രില്ല് ജമ്പ് ചെയ്യാനുള്ള ആരോഗ്യം വരും. ഈ ആരോഗ്യം വന്നു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി അവൻ ചാടിക്കഴിഞ്ഞാൽ കുട്ടികൾ പേടിച്ചോടും. കുട്ടികൾ പേടിച്ചോടിക്കഴിഞ്ഞാൽ ഡോഗ് എന്താ പഠിച്ചത്, എനിക്ക് ചേസ് ചെയ്യണം. ഇത് നമ്മൾ അറിയാണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഈ ഫസ്റ്റ് ആ ഒരു 3-4 മന്ത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളത് ഗ്രൂം ചെയ്തെടുക്കൽ. ഓക്കെ, അപ്പോൾ ഫുഡ് അഗ്രഷൻ അങ്ങനത്തെ പല ആസ്പെക്ട്സും ഉണ്ട് ഇതിൽ. അത് നമ്മൾ അതാണ് ടേമിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഇതൊക്കെ നമ്മൾ ഒരു ഡോഗിനെ മനസ്സിലാക്കാൻ, യു ആർ ബ്രിങ്ങിങ് എ ഡോഗ് ടു എ ഹ്യൂമൻ വേൾഡ്. ഈ വേൾഡിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഒരു ബൗണ്ടറീസ് ഉണ്ട്. യു ഹാവ് ടു ലിവ് വിത്തിൻ ദോസ് ബൗണ്ടറീസ്. ഓക്കെ, അതാണ് ടേമിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. അങ്ങനെയാണ് ബിഹേവിയറിസ്റ്റ് എന്ന് പറയുന്നത്. അതിനാണ് ബിഹേവിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റർ ഓൺ ആണ്. ബേസിക്കലി വാട്ട് ഹാപ്പൻസ്, ഒരു ആനിമൽ വളർന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബിഹേവിയർ ഇഷ്യൂസ് വരുമ്പം അതിനെ എങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നു, അതാണ് ബിഹേവിയറിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓൾ ന്യൂ, ടെക്നിക്കലി ഫെയർലി ന്യൂ ടേംസ് വിച്ച് ഹസ് കം അപ്പ്. പക്ഷേ കോൺസെപ്റ്റ് സെയിം ആണ്, നമ്മളെ പഴയ ഡൊമസ്റ്റിക്കേഷൻ തന്നെ. സോ ഹൗ ആർ യു അപ്ഗ്രേഡിങ് യുവർ സെൽഫ്? ഓക്കെ, മൈ ബിഗ്ഗസ്റ്റ് അപ്ഗ്രേഡ് ഓർ ദ വാല്യൂ എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട് ഒരു ആവറേജ് എടുത്താൽ ഐ ആം മീറ്റിംഗ് അറൌണ്ട് 160 ആനിമൽസ് എ മന്ത്. ഓ, ദാറ്റ് ഈസ് എ ഹ്യൂജ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഇപ്പോഴും ഞാൻ ഓരോ സെഷൻസിന് പോകുമ്പോൾ സംടൈംസ് ഐ ഗെറ്റ് ന്യൂ നോളജ്. ഓക്കെ, പിന്നെ ഈ ഒരു ഫീൽഡിന് ഒരു വളരെയധികം ഒരു ബ്യൂട്ടി ഉണ്ട്. അത് ഞാൻ എപ്പം നിങ്ങൾ ഓവർ കോൺഫിഡൻ്റ് ആയോ, എപ്പം നിങ്ങൾക്കൊരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുത്തോ, അതിപ്പോൾ ചെറിയ ആനിമൽ ആയാലും ശരി, വലിയ ആനിമൽ ആയാലും ശരി, കടി കിട്ടും. യെസ്, യു ആർ ഡീലിംഗ് വിത്ത് എ പ്യുവർ ഫോഴ്സ് ഓഫ് നേച്ചർ. യു കനോട്ട് ബ്രൈബ് ദം, യു കനോട്ട് മാനിപ്പുലേറ്റ് ദം, യു ഹാവ് ടു വർക്ക് ഇൻ അലൈൻമെൻറ്റ് വിത്ത് ദം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഇപ്പം എനിക്ക് ചില സമയം നമ്മൾ വളരെ ടയേർഡാണ്, ഒരു എക്സ്ട്രാ ഒരു ചെറിയൊരു ഡോഗ് സെഷനാണ്, ഈവൻ ചെറിയ മോൾട്ടീസ് നടക്കുമ്പോൾ കടി കിട്ടിയിട്ടുണ്ട്. പിന്നെ പാർട്ട് ഓഫ് ദ ജോബ് അല്ലേ, യു കാൺ പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം ദാറ്റ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ ജോബ്. ഓക്കെ, അപ്പം പിന്നെ എസ്പെഷ്യലി ബിഹേവിയർസ്, നമ്മൾ ബിഹേവിയർ കറക്ഷന് പോകുമ്പം ദാറ്റ് ഇസ് ഹൈ ചാൻസ് ദാറ്റ് യു നോ ദിസ് ഹാപ്പൻസ്. അപ്പം അപ്പം നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ആവാനൊരു ചാൻസ് നമുക്ക് പ്രകൃതിനെ തരില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗ്രൗണ്ടഡ് ആയിട്ട് വെക്കും. Okay. See, I never claim that it is my talent or something I have control over. No. It is a mix of everything: experience, knowledge, reading, kind of understanding what is happening around, what are the new concepts coming in. Okay. And spending time with them. Yes, spending time with them, understanding them, and being grounded. Okay. ഇതിൽ ഞാൻ ഒരു ഷെയർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പം പലരും ഇതിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഐ എം ഓൾവേസ് ഹാപ്പി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് ദം. ദുബായിൽ തന്നെ വളരെ ഗുഡ് ആനിമൽ ബിഹേവിയറിസ്റ്റും ട്രെയിനേഴ്സും ടൈമേഴ്സും ഒക്കെ ഉണ്ട്. ടൈമേഴ്സ് ബേസിക്കലി ഐ ക്യാൻ സേ ദാറ്റ് ഞാനത് ആരും യൂസ് ചെയ്യുന്ന കേട്ടിട്ടില്ല. സോ ഐ ഫെൽറ്റ് ദാറ്റ് കോൺസെപ്റ്റ് ഹാസ് ബീൻ ഫേസ്ഡ് ഓഫ്. അതൊരു മായഞ്ഞു പോകുന്ന ഒരു കോൺസെപ്റ്റാണ് വെച്ചാൽ ഞാനത് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ഇത് പണ്ട് തൊട്ടേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനതൊരു കോൺസെപ്റ്റായിട്ട് രണ്ടാമത് റിവൈവ് ചെയ്യാൻ നോക്കുകയാണ്. ടൈമിങ് ബിഫോർ ട്രെയിനിങ്. ഓക്കെ, ആദ്യം നിങ്ങളൊരു ഡോഗിനെ ഇൻറ്റഗ്രേറ്റ് ഇൻ ടു ദ ലൈഫ് സ്റ്റൈൽ. പിന്നെ നിങ്ങൾക്ക് എന്ത് ട്രെയിനിങ് വേണമെങ്കിൽ കൊടുക്കാം. ഗാർഡ് ഡോഗ് ആക്കാം, നിങ്ങൾക്ക് അതിന് എന്ത് വേണമെങ്കിൽ ആക്കാം, ഫാമിലി ഡോഗ്, വാട്ട് എവർ, ട്രിക്സ് ട്രെയിൻ ചെയ്യാം ഒക്കെ. പക്ഷേ ഈ ഇൻറ്റഗ്രേഷൻ, ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഗതിയാണ്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു വാട്ട് ഐ വാസ് ഡിസ്കസിങ്. അപ്പം എനിക്കൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അപ്പം എൻ്റെ അടുത്തൊരാൾ സംസാരിക്കുകയാണ്, ഐ ഹാവ് നോളജ് അബൌട്ട് ദിസ്, ഐ എം മോർ ദാൻ ഹാപ്പി ടു ലിസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഇഫ് സംബഡി കംസ് ആൻഡ് ടെൽസ് മീ ദാറ്റ് എനിക്ക് മാത്രമേ ഇതിനെപ്പറ്റി നോളജ് ഉണ്ട്, ഞാൻ പഠിച്ചത് മാത്രമാണ് നോളജ്,
അവർ ബേസിക്കലി ഐ ഡോണ്ട് ഈവൻ എൻ്റർടൈൻ ദം ഇൻ ടേംസ് ഓഫ് എ കൺവെർസേഷൻ. ഓക്കെ, അത് ഈ ഫീൽഡ് പഠിപ്പിച്ച വലിയൊരു കാര്യം എനിക്ക്. യു ഹാവ് ടു ബി ഗ്രൗണ്ടഡ്, അല്ലെങ്കിൽ നേച്ചർ വിൽ പുട്ട് യു ഇൻ യുവർ പ്ലേസ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇൻ എ വെരി ഹാർഡ് വേ. ബുദ്ധ, എല്ലാ ഫീൽഡിനും അതിൻ്റെതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാനൊരു ഫിനാൻഷ്യൽ പ്ലാനറാണ്. ഓക്കെ, ഞാനൊരു 8-9 വർഷങ്ങൾക്ക് മുന്നേ ഒരു ആനുവൽ ട്രെയിനർ, അതേ ഒരു അമേരിക്കൻ നാഷണാലിറ്റി ആയിരുന്നു. ഇവിടെ ടൈഗർ ട്രെയിനർ എന്തോ ആയിരുന്നു. അദ്ദേഹത്തിനൊരു ലൈഫ് ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയുണ്ടായി. ഓക്കെ, അപ്പം എനിക്കൊരു സംശയം തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ചെക്ക് ചെയ്തു നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഓക്കെ, അപ്പം പ്രീ അണ്ടർ റൈറ്റിങ്ങിൽ തന്നെ അവർ പറഞ്ഞത് നമുക്ക് ലൈഫ് ഇൻഷുറൻസ് കൊടുക്കാനുള്ള സാധ്യത കുറവാണ്, ബിക്കോസ് ഈസ് ആനിമൽ ട്രെയിനർ എന്ന് പറഞ്ഞു. അപ്പം ചലഞ്ചല്ല, ഇത് ഡയറക്റ്റ് റിസ്ക് തന്നെയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വർക്ക് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളൊരു പ്യുവർ ഫോഴ്സ് നേച്ചറിനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് എങ്ങനെ ഞാൻ ഡീൽ ചെയ്യുന്ന എല്ലാ മൃഗങ്ങളും, അതിപ്പം ബേർഡ്സ് ആയാലും ശരി, ഡോഗ്സ് ആയാലും ശരി, ലയൺസ് ആൻഡ് ടൈഗേഴ്സ്, വാട്ട് എവർ ഐ എം ഡീലിംഗ് വിത്ത്, അവരെ ഒരു ഫിസിക്കൽ കപ്പാസിറ്റി ഈസ് ഫാർ അഡ്വാൻസ്ഡ്. നമ്മൾ അവരെ മുന്നിൽ ഒന്നുമല്ല. ഒരു ഫിസിക്കൽ കപ്പാസിറ്റി വൈസ് ഒരു ചെറിയ ഡോഗ് ചെയ്യാൻ പറ്റിയ ഡാമേജ് നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റില്ല. വി ഷുഡ് ഹാവ് എ വെപ്പൺ ഓർ സംതിങ്. നമ്മളൊരു ബേസിക് ബെയർ ഫിസിക്കൽ കപ്പാസിറ്റി വെച്ചിട്ട് ഒരു ചെറിയ ഡോഗ് നിങ്ങളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് നേച്ചർ അവർ അത്ര പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് സ്ട്രെങ്ത്, സ്റ്റാമിന, സ്പീഡ്, എജിലിറ്റി, അതൊക്കെ വെച്ച് നോക്കിയാലും ദേ ആർ ഫാർ അഡ്വാൻസ് ദാൻ അസ്. അതിപ്പോൾ എങ്ങനെ അതിനെ വളരെ സൂക്ഷിച്ച് ഇതിനെ കൈകാര്യം ചെയ്യണമല്ലോ. ഡെഫിനറ്റ്ലി യെസ്. അതിനെന്താണ് പ്രിപ്പറേഷൻ ഉള്ളത്? കാര്യം ഞാൻ അന്ന് വന്നപ്പോൾ ബുദ്ധയുടെ കൂടെ 2-3 സ്റ്റാഫുണ്ട്. ഏകദേശം 40-50 എത്ര അല്ലേ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് തുടങ്ങണം. ഞാനൊരു കോമൺ ഫാക്ടർ, ഈ ഒരു ആനിമൽ മിസ്ബിഹേവിയർ, നമ്മളെ ഹ്യൂമൻ ടേം മിസ്ബിഹേവിയർ ചെയ്യുക, അല്ലെങ്കിൽ റീച്ചിങ് ടു ദ എക്സ്റ്റെൻറ്റ് വേർ ആനിമൽ ഡേഞ്ചറസ് ആയി മാറുക, ഇതിനൊരു സിമ്പിൾ കാരണമാണ്. ഓക്കെ, നമ്മളൊരു ആനിമലിനെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു ഡോഗിനെ കൊണ്ടുവന്നു, അവൻ അങ്ങോട്ട് മുറ്റത്ത് തുറന്നു വിട്ടു, അവൻ ഓടുന്നു, നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടുന്നു, പിന്നെ അവന് ഭക്ഷണം കൊടുക്കുന്നു ഒക്കെ. പിന്നെ നമ്മൾ മനുഷ്യന്മാരെ കോൺസെപ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആ ആനിമൽ വളരുമ്പം അത് നമ്മൾ ബേസിക്കലി ആസ് ഹി ഗ്രോസ് അപ്പ് ഹി വിൽ ലിസൺ ടു അസ്, ഹി വിൽ അണ്ടർസ്റ്റാൻഡ് അസ്. അവിടെയാണ് നിങ്ങളെ ഫസ്റ്റ് ബേസിക് ഫണ്ടമെൻ്റൽസ് ഗോയിങ് റോങ്. ഓക്കെ, നിങ്ങളൊരു ആനിമലിനെ, ഒരു ഡോഗിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്കൊരു സെൻസ് ഓഫ് ഡയറക്ഷൻ കൊടുക്കണം, നിങ്ങൾക്കൊരു ജോലി കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, തുറന്ന് ഇതാണ് എൻ്റെ പണി, കം ആൻഡ് സിറ്റ് വിത്ത് മീ. ഓക്കെ, കളിക്കുന്ന ടൈമിൽ കളിക്കാം, പക്ഷെ അല്ലാത്ത സമയത്ത് നിങ്ങൾ ഒരു വീട്ടിലെ ആൾ വന്നു കഴിഞ്ഞാൽ ഡോഗ് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ആൾ വന്നു കഴിഞ്ഞാൽ ഗോ ടു സിറ്റ് ഇൻ യുവർ പ്ലേസ്. അപ്പം ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് സമ്മറി ആയിട്ട് പറഞ്ഞാണ്. അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ യു ആർ ഡീലിംഗ് വിത്ത് എ വൈൽഡ് ആനിമൽ. അപ്പോൾ അവിടെ അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മളെ ആനിമൽസ് ഏത് ആനിമലിൻ്റെ അടുത്ത് വന്നാലും, ഏത് സ്റ്റേജിൽ വന്നാലും, എൻ്റെ സ്റ്റാഫും ഞാനുമായിട്ട് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുക, ഒന്ന് ആ ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ ആനിമലിന് കൊടുക്കുക. ഓക്കെ, ആ ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ കൊടുത്താൽ തന്നെ ആനിമലിൻ്റെ കുറേ നാച്ചുറൽ നീഡ്സ് ഉണ്ട്. സെൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഇറ്റ് സെൽഫ്, ടെറിട്ടോറിയൽ, ഇതൊക്കെ ഒരു കോൺസെപ്റ്റിലൊരു വ്യത്യാസം വരും. They start following humans rather than they taking up these decisions. Okay. അപ്പം തന്നെ ആ ഒരു വൈൽഡ് നേച്ചർ അവരത് ഫേസ് ഓഫ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ഫിറോഷ്യസ് കാണാൻ വല്ല വില്ലമുള്ള ഡോഗ്സ് ആയാലും നമ്മളെ കൂടെ ഇരുന്നു, നിങ്ങളെ മെക്കെട്ട് ചാടിയില്ല, നിങ്ങളെ കണ്ട് കുറച്ചില്ല എന്നുവെച്ചാൽ അവർക്ക് അതാ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കറിയാം ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ പണി ഇവരെ കൂടെ ഇരിക്കലാണ്, ഇവർ നമ്മളെ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്, ഇവർ പറഞ്ഞാൽ കേട്ടാൽ മതി. അപ്പം അവരൊരു നാച്ചുറൽ ടെൻഡൻസി അത് വരില്ല. റൈറ്റ്. അപ്പോൾ അതാണ് ഇത്രയും ആനിമൽസ് ഉണ്ടായിട്ടും, അത് പല ആനിമൽസും ഉണ്ട്, ജസ്റ്റ് ഡോഗ്സ് അല്ല. നിങ്ങൾക്ക് ടോട്ടോയ്സ് ഉണ്ട്, ഔൾ, ഈഗിൾ, പാരറ്റ്, റാബിറ്റ്, ഇവരൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവർ ആ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്സിന് പകരം നമ്മൾ ടൈം ചെയ്തിട്ട് എൻ്റെ വീട്ടിലത്തെ എൻവയറമെൻറ്റിലേക്ക് അവരെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. എൻ്റെ വീട്ടിൽ നിങ്ങളുണ്ടായിരിക്കില്ല, നമ്മൾ ഔളും ഹാബിറ്റും ഈഗിളും പാരറ്റും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ദേ ആർ ഈറ്റിംഗ് ദെയർ ഓൺ ഫുഡ്, പക്ഷെ തമ്മിലൊരു കടിപിടിയോ ഒന്നുമില്ല. ദേ ഈറ്റ് പീസ്ഫുള്ളി. എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഹൗ ദേ ഹാവ് ബീൻ ഗ്രൂംഡ്. നാച്ചുറൽ പ്രേ ഡ്രൈവ് ഇല്ല, ഫുഡ് നമുക്ക് തരും, മനുഷ്യന്മാർ കൈ കൊണ്ടാണ് തരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ കൈയിനെ പേടിക്കേണ്ട ആവശ്യമില്ല, മനുഷ്യനെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവനാണ് ഫുഡ് തരുന്നത്.
ഓ ഓക്കെ. സോ ഇറ്റ്സ് എ റിലേഷൻ. നമ്മൾ ഒരു ആനിമലിനെ കൊണ്ടുവന്നാൽ ദർ ഇസ് എ ടൈം ആൻഡ് റെസ്പോൺസിബിലിറ്റി ദാറ്റ് യു ഹാവ് ടു സ്പെൻഡ് വിത്ത് ദാറ്റ് ആനിമൽ. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. ഓക്കെ. ടൈമും എഫേർട്ടും കുറച്ച് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യണം. അല്ല വെറുതെ ഒരു ആനിമലിനെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഹി വിൽ ഗ്രോ അപ്പ് ലൈക്ക് എൻ ആനിമൽ ഓൺലി. റിസ്ക് തന്നെയാണ്. റിസ്ക് തന്നെയാണ്. ഇറ്റ് വിൽ ബിക്കം എ റിസ്ക്. അപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞ ചാലഞ്ച് അതിൻ്റെ ഒരു വേറൊരു ആംഗിൾ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഫഷണലൊരു ഏറ്റവും വലിയ ചാലഞ്ച് ഞാൻ ഫേസ് ചെയ്യുന്ന ആനിമൽസ് ആയിട്ടല്ല. ബിക്കോസ് ഇതിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ആനിമൽസ് ഇതിൻ്റെ കൂടെ ബിഹേവ് ചെയ്യുന്നതല്ല ഒരു സക്സസ്. ഓക്കെ, മൈ സക്സസ് ഇസ് animal behaving with the client. So guiding and basically training the client is my biggest challenge. Okay. അവരെ ഒരു മെൻറ്റാലിറ്റി മാറ്റിയെടുക്കുക, അവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുക, ദ സീരിയസ്നെസ് ഓഫ് വാട്ട് യു ഹാവ്, അതൊരു വലിയൊരു ചാലഞ്ചാണ്. ദാറ്റ് ഈസ് വേർ ഐ സ്ട്രഗിൾ. സോറി, എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മൾ കൊണ്ടുവിടുന്ന ആൾക്കാരോ അതോ ആനിമൽസ്? ആനിമൽസ് ഇപ്പം നിങ്ങളെടുത്തൊരു ആനിമൽ ഉണ്ട്, യു ആർ നോട്ട് ഏബിൾ ടു മാനേജ് ഓർ യു ഫൈൻഡ് ദറ്റ് ആനിമൽ ഇസ് ഡേഞ്ചറസ് വിത്ത് യു. ഓക്കെ, റൈറ്റ്. സോ മൈ ബേസിക് വർക്ക് ലൈൻ ഇസ് ദാറ്റ് ഐ ഹാവ് ടു മേക്ക് ദറ്റ് ആനിമൽ സേഫ് ഇൻ യുവർ എൻവയറമെൻറ്റ്. ഓക്കെ. ഇതിൻ്റെ അടുത്ത് വിട്ടിട്ട് പിന്നെ അത് ഇതിൻ്റെ അടുത്താണല്ലോ സേഫ്. ഇപ്പം പല പ്രശ്നം ഞാൻ ഡോഗിനെ ട്രെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവരും. അപ്പം ഞാൻ വീഡിയോസ് അയച്ചു നോക്കുമ്പോൾ ആൾക്കാർ ദിസ് ഇസ് മാജിക് ബുദ്ധ, നമ്മുടെ ഡോഗ് ശരിയായില്ല. ഞാൻ ഡോഗ് ശരിയായിട്ടില്ല, ഡോഗ് എൻ്റെ കൂടെയാണ് ശരിയായത്. ഓക്കെ. അത് നിങ്ങളെ കൂടെ ശരിയാവണമെങ്കിൽ ഐ ഹാവ് ടു ട്രെയിൻ യു. ഓക്കെ. അതിനൊരു കോൺസ്റ്റന്റ് എക്സാമ്പിൾ ഞാൻ പറയാറെന്താ വെച്ചാൽ, നിങ്ങളൊരു കുതിരനെ മേടിച്ചു, ഞാൻ കുതിരനെ ട്രെയിൻ ചെയ്തു, ഞാൻ കുതിര റൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഐ ഹാവ് ട്രെയിൻ യു ഹൗ ടു റൈഡ് യുവർ ഹോഴ്സ്. അപ്പോഴത് ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഈ ഒരു ഹ്യൂമൻ ഫാക്ടറാണ് എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആവുന്നൊരു കേസ് ഇതിൽ. അപ്പം അത് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ ഞാൻ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞ ഒരു അത് വളരെ ഒരു ടഫ് ആസ്പെക്റ്റ് ആണ് അതിൽ. അപ്പം പാരലലി ഹ്യൂമൻസിനെ ട്രെയിൻ ചെയ്യേണ്ടി വരും. ഡെഫിനറ്റ്ലി. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് പാർട്ട് ഓഫ് മൈ ജോബ്. ഇപ്പം ഞാൻ ഏത് ക്ലയൻറ്റ് വന്നാലും ഞാൻ പറയും, നിങ്ങളൊരു ഡോഗിന് പ്രശ്നം ഉണ്ടെങ്കിൽ മൈ ജോബ് വിത്ത് ദ ഡോഗ് ഇസ് ഓൺലി 40%. 60% ഇസ് എ റിലേഷൻഷിപ്പ്. ഓക്കെ. അത് റിലേഷൻഷിപ്പ് ചിലപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ആൾക്കാരെ ഫണ്ടമെൻ്റൽസ് മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ വിചാരത്തിൽ ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്യൂട്ട് ലിറ്റിൽ ടോയ് ആണ്, കളിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ മക്കൾക്ക് കളിക്കാൻ വേണ്ടി ഡോഗിനെ കൊണ്ടുവന്നു. ഇങ്ങനത്തെ കോൺസെപ്റ്റിലാണ് ഡോഗിനെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഒരു ധാരണയില്ല. ഇപ്പം കോമൺ ആയിട്ട് ഞാനൊരു കാണുന്ന ബ്രീഡാണ് കോക്കർ സ്പാനിയൽ. ഇത് ചെറുതാണ്, പെറ്റാണെന്നൊക്കെ. ഈ ബ്രീഡിനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾ കോക്കർ സ്പാനിയൽ ആസ് എ പെറ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ കോക്കർ സ്പാനിയലിനെ കൊണ്ടുവരും. അങ്ങനത്തെ റിവ്യൂസാണ് കിട്ടുക. കോക്കർ റേജ് സിൻഡ്രോം, ഇത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 2 പ്രാവശ്യം ആലോചിക്കും ഈ ബ്രീഡിനെ കൊണ്ടുവരണോ. ഈ ബ്രീഡ് തന്നെ ഹാർഡ് കോർ ഹണ്ടിങ് ഡോഗാണ്. ഈ ചെറുതാണെങ്കിൽ യെസ്. കോക്കർ സ്പാനിയൽ, സ്പ്രിംഗേഴ്സ്, വാട്ടർ ഡോഗ്സ്. ഈ വെടിച്ചില് പോലെ ഓടിപ്പോകുന്ന ഒരു സാധനമാണോ? ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഓടുന്ന ഒരു സാധനമാണോ? കുഞ്ഞാണ്. കോക്കർ സ്പാനിയൽ എന്ന് പറഞ്ഞാൽ ചെവി നീണ്ടിട്ട്, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും, ചെവി നീണ്ടിട്ട് ഒരു സാധനമാണ്. വളരെ ക്യൂട്ട്, പപ്പീസൊക്കെ വളരെ ക്യൂട്ട്. അത് അടുത്ത കാലത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര പ്രൊമോട്ട് ചെയ്തൊരു ബ്രീഡാണ്. ഓക്കെ. പക്ഷേ ഈ ബ്രീഡിനെ നിങ്ങൾ പപ്പി സ്റ്റേജിൽ വളരെയധികം ശ്രദ്ധിച്ച് വളർത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ഡോമിനൻസ് ബേസ് അഗ്രഷൻ ഈ ഡോഗ് കാണിക്കും. ഓക്കെ. റൈറ്റ്. ഇപ്പോൾ ചിലപ്പോൾ കൗച്ചിന് അടിയിൽ പോവും, പിന്നെ അതിന് തോന്നിയാൽ അത് പുറത്തേ ഉള്ളൂ. ഫുഡ് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, ഇറ്റ് വിൽ സ്നാപ്പ് യു ടു യു. ഓക്കെ. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം ജസ്റ്റ് ബ്രീഡ്. അപ്പം ഞാൻ പറഞ്ഞാൽ ഈ നമ്മൾ ആനിമൽസിനെ കൊണ്ടുവരുമ്പം നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. യൂട്യൂബ് ഒന്നും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു ഇറ്റ് വിൽ ബാക്ക് ഫയർ വിത്ത് യു. ഓക്കെ. ബുദ്ധ, താങ്കൾ ഏതെങ്കിലും NGO ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അന്ന് ഞാൻ ഫെസിലിറ്റി കണ്ടപ്പോൾ ഏതാണ്ട് 40-50ഓളം ആനിമൽസ് അവിടെ ഉണ്ട്. ഡെഫിനറ്റ്ലി ഹ്യൂമൻ്റെ അത്ര ഇല്ലെങ്കിലും അതിനൊരു എക്സ്പെൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് എങ്ങനെയാണ് താങ്കൾ ഇതിനെ സസ്റ്റെയിൻ ചെയ്യിച്ചു കൊണ്ടുപോകുന്നത്? ചിലപ്പോൾ ഹ്യൂമൻസ് ടു എക്സ്പെൻസീവ് ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇതൊരു പാഷൻ, ഒരു പ്രൊഫഷനായിട്ട് മാറിയൊരു സംഗതിയാണ്. പക്ഷേ യെസ്, ഞാൻ വെരി ബാഡ് ബിസിനസ് മാൻ. എന്തുകൊണ്ടാണ് അത് ചോദിക്കുന്നത് വെച്ചാൽ, ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ബുദ്ധയുടെ ബിസിനസ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു അങ്ങനൊരു ഹെൽപ്പ് ആയിക്കോട്ടെ. കാര്യം ഇതൊരു വോളണ്ടറി സർവീസ് ആണല്ലോ താങ്കൾ ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഉദ്ദേശിച്ച് തുടങ്ങിയ സംഭവം, ഇതേപോലെ ഒരു പാഷൻ തുടങ്ങി. അവാർഡ് കിട്ടിയപ്പം ഒരു ലൈൻ പറഞ്ഞിരുന്നു, അതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം.
मैं अपनी मंजिल की तरफ निकल पड़ा, लोग जुड़ते गए, कारവാ बनता गया. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി. അപ്പം ഞാൻ ബേസിക്കലി എനിക്ക് ട്രെയിനിങ്ങും എൻ്റെ ട്രെയിനിങ് ആൻഡ് ബോർഡിങ്ങിൻ്റെ വർക്കിൽ ഞാൻ ജനറേറ്റ് ചെയ്യുന്ന മണി ആണ് യൂസ് ചെയ്യുന്നത് ടു മാനേജ് ദീസ് ആനിമൽസ്. ഓക്കെ, അപ്പം ദാറ്റ്സ് ദ ഹെൽപ്പ് ഫാക്ടർ. ദർ ഇസ് നോ NGO or no charitable organization. I don't like ഇതുവരെ accepting money or something. It is all basically പിന്നെ in my work, that is എൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിനെ സസ്റ്റെയിൻ ചെയ്യുന്നത്. Okay. അപ്പം that is the whole financial aspect of it. Okay, all right. Is there any way you want society to recognize you or not a reward or appreciate you in കാര്യം അത്രത്തോളം ഒരു അപ്രീസിയേഷനോ അല്ലെങ്കിൽ ഒരു റെക്കഗ്നേഷനോ ഉണ്ട്? അത് ഞാൻ ആ ഫീൽഡിൽ അല്ലാത്തതുകൊണ്ട് എനിക്കറിയാൻ പറ്റാണോ എനിക്കറിയില്ല. ബുദ്ധയ്ക്ക് എന്തോ അവാർഡൊക്കെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാനത് കണ്ടായിരുന്നു. അതിപ്പോൾ റീസെൻ്റ്ലി കിട്ടിയതായിരുന്നു. സി റെക്കഗ്നിഷൻ ഐ ഡോണ്ട് think so people know much about my work because first of all ഞാൻ പറഞ്ഞ പോലെ I'm a very bad businessman. അപ്പോൾ അങ്ങനെ ഒരു കോൺഷ്യസ് ഒരു അപ്രോച്ച് ഓഫ് പ്രൊമോട്ടിങ് മൈസെൽഫ് ഇൻ സോഷ്യൽ മീഡിയ ആൻഡ് എവറിത്തിങ് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ആൾക്കാർ കേട്ടറിഞ്ഞിട്ട് വരുന്നുണ്ട്. നോ സ്ലോലി പീപ്പിൾ അറിയുന്നുണ്ട്. ആൻഡ് ഐ ആം വെരി താങ്ക്ഫുൾ. ഈ അറിയുന്ന ആൾക്കാരൊക്കെ വളരെയധികം സപ്പോർട്ട്ഫുള്ളാണ്. ഇപ്പം ആക്ച്വലി ഇപ്പം എൻ്റെ ഒരു ബിസിനസ് സൈഡ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങും ബോർഡിങ്ങും ഈ ആനിമൽസിനെ ഹാൻഡ്ലിംഗ് എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു പ്രൗഡായിട്ട് ഒരു കാണുന്ന ഇതെന്താ വെച്ചാൽ ഇതുവരെ ഇതൊരു ഫോമൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു 2015-16 തുടങ്ങിയാണ്. ഇന്ന് വരെ എനിക്കൊരു ആഡ് പ്ലേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. Okay. For soliciting business. Word of mouth. It's my entire work is word of mouth. Okay. So that is something which I feel is my true achievement. അപ്പം ഇന്നത്തെ കാലത്ത് ഇത്രയും അഫ്കോഴ്സ് അത് അപ്പം പലരും ഒരു ബിസിനസ് വൈസ് ആയിട്ട് ഡിസ്കഷൻ ചെയ്യുമ്പം ദാറ്റ് ഈസ് എ ഫെയിലിയർ, ദാറ്റ് ഈസ് ഒരു നെഗറ്റീവ് പോയിന്റ് ആണ്. എന്താ വെച്ചാൽ ഐ ഡിഡ് നോട്ട് ഗ്രൂം മൈസെൽഫ് ഇൻ ടു പ്രൊമോട്ടിങ് മൈസെൽഫ് ആൻഡ് ഡു ബട്ട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവിടെ ഇതുവഴിക്ക് എത്തി. ബുദ്ധ അടുത്തൊരു 5 വർഷം അല്ലെ 5 വർഷം കഴിഞ്ഞിട്ടുള്ള പ്ലാൻസ്, where do you see yourself? ഒരു പ്രോപ്പർ എനിക്ക് മനസ്സിലൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫെസിലിറ്റി വിച്ച് ഇസ് മോർ ലൈക്ക് എ ഫാം where it will be a training center. Okay. Plus there will be like a educational place where people can come and interact with animals. Petting zoo alla. Okay. It is an educational place. Okay. All right. Where ഞാൻ ഈ റെസ്ക്യൂ ചെയ്യുന്ന ആനിമൽസ് ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് ആൾക്കാർക്ക് പഠിക്കാം ആനിമൽസ് എന്താണ്, അവരെ മനസ്സിലാക്കാം. ഓക്കെ, ഈച്ച് ആൻഡ് എവറി ആനിമൽ. പിന്നെ അതിൻ്റെ കൂടെ ഒരു വേറൊരു സ്പേസ് where ഈ abandoned animals, injured animals, dying animals, aggressive animals, whatever human society ഏകദേശം ഡിസ്കാർഡ് ചെയ്ത ആനിമൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഫെസിലിറ്റി. അപ്പം ഇതൊരു മൂന്നും കലർന്നൊരു സംഭവം വിച്ച് ഇസ് സെൽഫ് സസ്റ്റെയിനിങ്. ഓക്കെ, വിച്ച് ജനറേറ്റ്സ് മണി ടു കൈൻഡ് ഓഫ് മാനേജ് എവറിത്തിങ്. Okay. പേഴ്സണലി എനിക്കൊരു ഐ എം നോട്ട് എ സെയിൻറ്റ്. അഫ്കോഴ്സ് ഐ നീഡ് മണി. അത് ആർക്കും അത് തെറ്റായ, പക്ഷെ ഞാനൊരു മില്യനെയർ ആവണമെന്നൊന്നും പ്രതീക്ഷിക്കുന്ന ആളല്ല. പിന്നെ ഇത് നമുക്കൊരു ഹാപ്പി ബിക്കോസ് ഇത് ബാലൻസ് ലൈഫ്. ഓക്കെ, ഇതിൻ്റെ കാര്യങ്ങൾ ബാലൻസ്ഡ് ആയി പോവുക, ആ ഫെസിലിറ്റി സെൽഫ് സസ്റ്റെയിൻ ആവുക. അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വെദർ ദാറ്റ് ഈസ് എ ഡോഗ്, anything, horse, anything, I don't want to take names, any animal that is whichever I can sustain, I'll be glad to end up in such a facility. Wonderful, Buddha. That is a great initiative. Thanks. All support to you. Let us know we can be help in any ways. Okay. Thanks. Just the fact that you're inviting me and letting people hear and helping me spread the awareness of my vision itself it's a great help. Thank you so much, Buddha, for your time.